സോ നമ്മുടെ ഈ തീം എന്ന് പറയുന്നത് കൾമിനേഷൻ ആൻഡ് ഫ്യൂച്ചർ പാത്വേസ് ഇൻ ഇംഗ്ലീഷ് ലേണിംഗ് ആണ്. അതായത് നമ്മൾ ലാസ്റ്റ് വീക്ക് എന്തായിരുന്നു നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ ഈ ഒരു സ്റ്റഡീസിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം എന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അധികവും ഇപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാലും നമ്മൾ ഫ്യൂച്ചറിൽ ഇത് എങ്ങനെ നമ്മളിപ്പോ ഈ ഒരു 365 ഡേയ്സ് കോഴ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ ആരും ഇംഗ്ലീഷിൽ ഹൈലി പ്രൊഫിഷ്യന്റ് ആവാനോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മാസ്റ്റേഴ്സ് ഒന്നും ആവുന്നില്ല. നമ്മൾക്ക് ഇത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുപോകണ്ടേ. സോ ഈ EEP എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം നമുക്കാകെ 365 ഡേയ്സേ ഉള്ളൂ. സോ ആ ഒരു 365 ഡേയ്സ് കഴിഞ്ഞാലും ഇതെങ്ങനെ നമ്മൾ ഫ്യൂച്ചറിൽ മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ ആരും എന്നും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരല്ല. അതായത് വിത്ത് ഇന്റൻഷൻ അല്ലാതെ നമ്മുടെ ഒരു പ്രാക്ടീസ് പേർപ്പസിനല്ലാതെ ഡെയിലി നമ്മൾ വീട്ടിലോ ജോലി സ്ഥലത്ത് സംസാരിക്കാൻ സാഹചര്യം ഉള്ളവർക്കാവാം. പക്ഷെ എല്ലാവരും അങ്ങനത്തെ സാഹചര്യം ഉള്ളവരാ അല്ല. സോ ഫ്യൂച്ചർ ഈവൻ ആഫ്റ്റർ ദിസ് കോഴ്സ് ഈവൻ ആഫ്റ്റർ ദിസ് പ്രോഗ്രാം നമ്മൾ എങ്ങനെ ഈ ഒരു പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇന്നത്തെ അജണ്ട ഇസ് reflections on the learning journey, then advanced communication നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ് ആണ് നോക്കുന്നത്, exploring future learning pathways, then participant presentation and question answer session as usual. ഇന്നത്തെ സെഷന്റെ ഒരു പ്രത്യേകത നമ്മുടെ വീക്ക് 16 ലൈവ് ആണ് കേട്ടോ. നമ്മുടെ 16 ലൈവ് സെഷൻ ആണ്. ടാസ്കുകൾ അറൌണ്ട് 115 ഡേയ്സ് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ സെഷന്റെ പ്രത്യേകത പൊതുവെ എല്ലാ സെഷനിലും ഞാൻ അധികം സംസാരിക്കുകയും നിങ്ങൾ കൂടുതൽ കേട്ടിരിക്കുകയല്ലേ ചെയ്യുക. ഇന്ന് കുറച്ച് ഡിഫറെന്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം തരും. ഇന്ന് ഞാൻ അത് കേട്ടിരിക്കുകയും നിങ്ങളായിരിക്കും കൂടുതൽ സംസാരിക്കുക. സോ നിങ്ങൾ തന്നെ ഒന്ന് കുറച്ച് പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഇന്ന് ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ തരുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒന്ന് കോമ്പീറ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ റാൻഡം ആയിട്ട് പാർട്ടിസിപ്പൻസിന് ആൾക്കാരെ വിളിച്ചാലോ? അത് ഓക്കെ ആണോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പീക്കിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് റാൻഡം ആയിട്ട് നിങ്ങൾക്ക് ചാൻസ് തരാതെ, ചാൻസ് തരുമ്പോൾ ഉള്ള പ്രശ്നം എന്നും സംസാരിക്കുന്നവർ തന്നെ സംസാരിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഉൾവലിഞ്ഞു നിൽക്കുന്നവർ വരാതെ ഇരിക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഞാൻ റാൻഡം ആയിട്ട് ആൾക്കാരെ വിളിക്കുന്നതിൽ എല്ലാവരും ഓക്കെ ആണോ? എനിക്കാകെ 3 ഓക്കെ മാത്രമേ ഇവിടെ കിട്ടിയുള്ളൂ. 78 പേരിൽ ആകെ 3-4 പേര് മാത്രമേ ആണോ ഇതിന് ഓക്കെ? ഒരു റിപ്ലൈ താ. അപ്പൊ അതനുസരിച്ച് നമുക്കിന്ന് മുന്നോട്ട് പോവാം. ഓക്കെ, ബൈ ദ ടൈം അതിൽ കംഫർട്ടബിൾ അല്ല എന്നുള്ളവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞോട്ടോ. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട്. സോ ഇന്ന് നമ്മൾ അധികം കഴിഞ്ഞ എല്ലാ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച പോലെ ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ ഓക്കെ. സോ ഞാൻ റാൻഡം ആയിട്ട് ആൾക്കാരെ വിളിക്കാം. എന്തെങ്കിലും വർക്കിലാണ് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നവര്, ബസ്സിൽ ട്രാവൽ ചെയ്യുന്നവര് ജസ്റ്റ് പറഞ്ഞാൽ മതി. ബാക്കി ഞാൻ റാൻഡം ആയിട്ട് വിളിക്കാം. കാരണം അധിക പേരും റാൻഡം ആയിട്ട് വിളിക്കുന്നതിന് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഇസ് റിഫ്ലെക്ഷൻസ് ഓൺ ദ ലേണിംഗ് ജേർണി. നമ്മൾ പറഞ്ഞോല്ലേ ഇന്നിപ്പോ 16th ലൈവ് സെഷനായി. നമ്മൾ ഓൾമോസ്റ്റ് എത്ര ടാസ്കുകൾ കഴിഞ്ഞു? 113 ടാസ്കുകൾ കഴിഞ്ഞു. ഈ ഒരു ലാസ്റ്റ് വീക്കിന്റെ ടാസ്കുകൾ കുറച്ചും കൂടെ നിങ്ങൾ പണിയെടുക്കേണ്ടതായിരുന്നു. കുറച്ചും കൂടെ പോം റിലേറ്റഡ്, നിങ്ങളായിട്ട് ഒരു പോം ഉണ്ടാക്കുക, കുറച്ചും കൂടെ നിങ്ങൾ അധികം ചിന്തിക്കുകയും സമയം സ്പെൻഡ് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആയിരുന്നു. ലാസ്റ്റ് വീക്കിൽ ഒരു 7 ആക്ടിവിറ്റീസിൽ ഒരു 5 ആക്ടിവിറ്റീസ് എങ്കിലും ചെയ്തവരുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് തരുമോ? 7 ആക്ടിവിറ്റീസിൽ ഒരു 5 എണ്ണെങ്കിലും ചെയ്തിട്ടുള്ളവര്, ലാസ്റ്റ് വീക്കിലെ 7 ആക്ടിവിറ്റീസിൽ 5 എണ്ണം എങ്കിലും. യെസ്, വെരി ഗുഡ് ജെയ്സൺ തോമസ്, വെരി ഗുഡ് ഷെഹ്ന, വെരി ഗുഡ്. കാരണം നമ്മളൊരു വെരി മച്ച് ഈസി ടാസ്കുകളിൽ നിന്ന് നമ്മളൊരു കുറച്ചും കൂടി ഒരു ഹയർ ലെവൽ ടാസ്കുകളിൽ എത്തിയിട്ടുണ്ട്. കാരണം നമ്മളുടെ ഒരു 365 ഡേയ്സിന്റെ 113, ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് എന്താണ് 1/3 ഓഫ് ദ കോഴ്സ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, സോ എന്താണ് നമ്മൾ ഏറ്റവും ബേസിക്സിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തേണ്ടതുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സുമായി കണക്ട് ചെയ്യുക. പ്രീവിയസ് ക്ലാസ്സസിന്റെ ലിങ്കും മുമ്പത്തെ ടാസ്കുകളും ഡേ 1 മുതലുള്ളത് ഇനി ഈ 113 വരെ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഡേ 1 മുതലുള്ളത് നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡേ 50 തൊട്ടുള്ളതെങ്കിലും നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് ആക്ടിവിറ്റി, ഇന്നത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി റിഫ്ലെക്ഷൻസ് ഓൺ ദ ലേണിംഗ് ജേർണി. ഇത് നിങ്ങൾ സ്പീക്ക് ചെയ്യേണ്ട, ഇതേ ടോപ്പിക്കിൽ തന്നെ സ്പീക്ക് ചെയ്യാൻ സമയം തരാം. ഇപ്പൊ നിങ്ങൾ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക. ഞാൻ ഇൻസ്ട്രക്ഷൻസ് തരാം, അത് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം എന്താണ് നിങ്ങൾ അതിനൊരു റിപ്ലൈ തരിക. ഓക്കെ,
ഓക്കെ, ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നവര് ഇന്ന് നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എഴുതുക. അതായത് ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഇന്ന് ഫസ്റ്റോ സെക്കൻഡോ ക്ലാസ് ആയി ഉള്ളവർ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന പ്രോഗ്രാമിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് എഴുതുക. ബാക്കിയുള്ളവര് ഇത് ഫസ്റ്റോ സെക്കൻഡോ ക്ലാസ് അല്ല, സ്ഥിരമായി അറ്റൻഡ് ചെയ്യുന്നവര് നിങ്ങൾ 3 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ റിപ്ലൈ ആയിട്ട് ചാറ്റ് ബോക്സിൽ കിട്ടേണ്ടത്. നിങ്ങളുടെ ഗ്രോത്ത്, ദാറ്റ് ഈസ് ഏത് രീതിയിലാണ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്തത് എന്നുള്ളത്. സെക്കൻഡ് വൺ, ചാലഞ്ചസ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ നേരിട്ടത്. അത് ലൈവ് ക്ലാസിന്റെ പേരിലാവാം, അല്ലെങ്കിൽ ടാസ്കുകൾ ചെയ്യുന്നതിലാവാം, എന്ത് ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ നേരിട്ടത് എന്നുള്ളത്. മറ്റൊന്ന് ഫേവറേറ്റ് മൊമെന്റ്സ്. ഈ ഒരു ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്നതിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് എന്താണുള്ളത്? ഡെയിലി ടാസ്കുകൾ ചെയ്യുന്നതാണോ, അതോ വീക്ക്ലി വൺസ് കിട്ടുന്ന ഈ ഒരു ലൈവ് സെഷൻ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടാസ്കുകൾ ഫേവറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഫേവറേറ്റ് ടാസ്കുകൾ പറയാം. ഓക്കെ, സോ 3 സെന്റൻസിലാണ് എനിക്ക് റിപ്ലൈ കിട്ടുന്നത്. വാട്ട് ഈസ് യുവർ ഇംപ്രൂവ്മെന്റ്, അതാണ് നിങ്ങളുടെ ഗ്രോത്ത്. നിങ്ങൾ നേരിട്ട ബുദ്ധിമുട്ട് എന്താണ്, ഡിഫിക്കൽറ്റി എന്താണ് എന്നതാണ് ചാലഞ്ചസ്. ഫേവറേറ്റ് മൊമെന്റ് എന്നുള്ളത് നിങ്ങളുടെ ടാസ്കുകൾ, ഫേവറേറ്റ് ടാസ്ക് ആവും. അതല്ലെങ്കിൽ ഈ ഒരു ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് എന്താണ്, അതാവാം. ഓക്കെ, സോ യു ക്യാൻ സ്റ്റാർട്ട്. ആൻഡ് ഫസ്റ്റ് ക്ലാസ് ഉള്ളവർ ശ്രദ്ധിക്കുക, ഈ ഒരു ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ, നിങ്ങൾ എന്ത് നേടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം. അതായത് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ എനിക്ക് ഇന്ന രീതിയിലൊക്കെ ആവണം ഇംപ്രൂവ്മെന്റ് ഉണ്ടാവേണ്ടത് എന്നുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എഴുതിയിടുക. ഓക്കെ, ബാക്കിയുള്ളവരുടേത് എനിക്ക് 3 സെന്റൻസിലാണ് കിട്ടേണ്ടത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഗ്രോത്ത്, ചാലഞ്ച്, ഫേവറേറ്റ് മൊമെന്റ് എന്ന വേർഡ്സ് തന്നെ യൂസ് ചെയ്യണം എന്നില്ല. സിനോണിംസ് ഒക്കെ ആലോചിച്ച് നോക്കൂ. ഓക്കെ, എനിക്ക് ഇവിടെ ഒരു റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. ഐ ആം എക്സ്പെക്ടിങ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻറ്റ്ലി. ഓക്കെ, സെന്റൻസ് ഇസ് കറക്റ്റ്. അല്ലെങ്കിൽ ഐ ആം എക്സ്പെക്ടിങ് എന്ന് പറയും. ഈ സെന്റൻസ് തന്നെ മൈ എക്സ്പെക്ടേഷൻ ഇസ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻറ്റ്ലി എന്ന് പറഞ്ഞാലും സെയിം സെന്റൻസ് തന്നെയാണ്. ഇംഗ്ലീഷ് കുറച്ചും കൂടി ഒരു ഫ്ലെക്സിബിൾ ലാംഗ്വേജ് ആണ്. ഒരു സെന്റൻസ് തന്നെ നമുക്ക് 2-3 രീതിയിൽ ഫ്രെയിം ചെയ്യാൻ സാധിക്കും. ഐ എക്സ്പെക്ട് ദാറ്റ് ഐ ക്യാൻ ഇംപ്രൂവ് മൈ സ്പീക്കിംഗ് സ്കിൽ ആൻഡ് വൊക്കാബുലറി. ഓക്കെ, ഗുഡ്. ഐ വോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. രാഗേഷ് ഒന്ന് ശ്രദ്ധിക്കുക. ഐ വോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക്. ഐ വോണ്ട് ടു ആണ്, എനിക്ക് ആഗ്രഹമുണ്ട്. ഐ വോണ്ട് ടു, ഐ വോണ്ട് അല്ല. ഐ വോണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ബട്ട് I don't know how to speak in English. I know communication to other knowing English speaking, but I'm not to try. That's all. രാഗേഷിന്റെ സെക്കൻഡ് ആൻഡ് തേർഡ് സെന്റൻസ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നും കൂടെ അത് ഇംപ്രൂവ് ചെയ്ത് അയക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് മലയാളത്തിൽ അയച്ചാൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. രാഗേഷ് അയച്ചതിൽ എനിക്ക് ഫസ്റ്റ് സെന്റൻസ് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. To improve my communication skills, to memorize vocabulary when I start speaking, to improve my writing. Okay, vocabulary നമ്മൾ മെമ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നതിനെയാണ് മെമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ vocabulary നമ്മൾ ആക്ച്വലി മെമ്മറൈസ് ചെയ്യല്ല ചെയ്യുക, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ലാംഗ്വേജിലേക്ക് എന്താ പറയുക, ഓട്ടോമാറ്റിക്കലി വരണം. നമുക്ക് വേർഡ്സ്, എത്ര വേർഡ്സ് നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെക്കും, അതിന്റെ അർത്ഥം അടക്കം. സോ നമ്മൾ വൊക്കാബുലറി മെമ്മറൈസ് ചെയ്യുക എന്നല്ല, ടു ബ്രോഡൻ എന്റെ വൊക്കാബുലറി, പുട്ട് ആൻഡ് ബ്രോഡൻ മൈ വൊക്കാബുലറി എന്ന് പറയാം, അല്ലെങ്കിൽ ടു ഇംപ്രൂവ് മൈ വൊക്കാബുലറി എന്ന് പറയാം. ഓക്കെ, the English class was awesome. We learned a lot of new vocabulary and grammar rules. The class activities were fun and interactive, which helped us practice speaking and listening skills. Overall, it was a great experience. And I feel more confident in my English skills now. Very good, Ashna Bashir. എല്ലാവർക്കും ആ ഒരു ആഷ്ന ഇട്ടേക്ക് ഒന്ന് റെഫർ ചെയ്തോളൂ. നല്ല രീതിയിൽ സെന്റൻസുകൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. Then this program helps me to improve my speaking skills and confidence. Sometimes I fail to do daily EEP tasks. My favorite moment in the EEP section is I got a chance to deliver a speech. Very good, Shiva. പിന്നെ സെക്ഷൻ അല്ല കേട്ടോ, സെഷൻ ആണ്. നമ്മളുടെ ക്ലാസ്സസിന് സെക്ഷൻ എന്നല്ല, സെഷൻ, SESSION. നമ്മളുടെ ഇതൊക്കെ ലൈവ് സെഷൻസ് ആണ്, സെക്ഷൻസ് അല്ല കേട്ടോ. ഓക്കെ, ലൈവ് ക്ലാസ്സസിന് നമുക്ക് ലൈവ് സെഷൻസ് എന്നാണ് പറയുക, അതൊന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, പിന്നെ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഏബിൾ, നമ്മൾ സെക്കൻഡിന്റെ കൂടെ TH അല്ല, ഫസ്റ്റിന്റെ കൂടെ ST, സെക്കൻഡിന്റെ കൂടെ ND ആണ്. സെക്കൻഡ്,
തേർഡിന്റെ കൂടെ RD, then ഫോർത്ത് തൊട്ടാണ് കേട്ടോ TH ആഡ് ചെയ്യാം നമുക്ക്, ഫോർത്ത് ഡേ, ഫിഫ്ത്ത് ഡേ. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിക്കണേ, ചിലപ്പോൾ ടൈപ്പിംഗ് എറർ ആയിരിക്കും, ജസ്റ്റ് ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇല്ലാത്തവർക്ക് അതും ഇവിടെ ഫ്രീ ആയിട്ട് പറയാം. ആൻഡ് ഓൾസോ ഈ ഒരു കോഴ്സിൽ ഇന്ന വ്യത്യാസങ്ങൾ വരുത്തണം എന്നുള്ളവർക്ക് സജഷൻസും ചെയ്യാവുന്നതാണ്. ഓക്കെ, the floor is open for you. The truth is, I don't know if I improved or not. In my case, I don't like these method of teaching, that is grammar type, but I really like this live session and I love your pronunciation. Okay, thank you, Ajmilat. This method of teaching എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ആൻഡ് അവിടെയും ശ്രദ്ധിക്കുക, ലൈവ് സെക്ഷൻ അല്ല, സെഷൻ ആണ്. നമ്മുടെ ഈ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഡെയിലി ടാസ്ക് തന്നിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് ആണോ, അതൊന്ന് ക്ലിയർ ആക്കണേ. ദിസ് മെത്തേഡ് എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു ഡെയിലി ടാസ്കിന്റെ മെത്തേഡ് ആണോ, അതുപോലെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ആണോ എന്നുള്ളതൊന്ന് ക്ലാരിഫൈ ചെയ്ത് പറയണേ. It is my first class. I need to improve my language skills. Okay. I want to learn to write without mistake. Okay. Hi, ma'am. This is my 5th class. Class is so interesting that I look forward to Tuesdays for EEP. Very good. My issue is with my grammar. അല്ലെങ്കിൽ my major concern is my grammar എന്ന് പറയാം. അല്ലെങ്കിൽ I have difficulties with grammar എന്ന് പറയാം. And it improved after attending your classes. Hoping for a grammar error-free English in my life. Very good, Swapna. Okay. It's my 2nd class, ma'am. My expectation is improve. Is improve English communication. To improve. Okay, Farsana? Even if I know words, but I lose words when I need it. Okay. വാക്കുകൾ അറിയാം, പക്ഷെ ആവശ്യ സമയത്ത് അത് കിട്ടില്ല അല്ലെ, അത് പ്രാക്ടീസിന്റെ കുറവാണ്. ഓക്കെ, അതിന് നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെച്ചാലാണ് നമ്മൾ മറക്കുക. മറിച്ച് നമ്മളത് ഡെയിലി സ്പീച്ചിൽ നമുക്കൊരു പുതിയ വാക്ക് കിട്ടിയാൽ അത് നമ്മുടെ സ്പീച്ചിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് വരിക. അപ്പൊ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്ക് നമ്മൾ മറക്കില്ല. അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ആവശ്യ സമയത്ത് ആ വാക്ക് കിട്ടാത്തത്. ഓക്കെ, I want to enhance English speaking. I am not confident to speak. Okay. മറിയം, ഈ ഒരു ഫോർമാറ്റിൽ എനിക്ക് റിപ്ലൈ കിട്ടിയില്ലല്ലോ. ഗ്രോത്ത് എന്തായിരുന്നു, ചാലഞ്ച് എന്താണ്, ഫേവറേറ്റ് എന്താണ് എന്നുള്ളത് ആ ഒരു ഫോർമാറ്റിലായിപ്പോ. I want to learn English writing and speaking well. Okay. Because ഞാൻ മറിയമിന്റെ അടുത്ത് പറഞ്ഞത്, മറിയം ഓൾമോസ്റ്റ് ഫസ്റ്റ് ക്ലാസ് തൊട്ട് എല്ലാ ക്ലാസ്സിലും വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരാളാണ്. കുറച്ച് പേരുകളുണ്ട് എനിക്ക് അങ്ങനെ അറിയുന്നത്. സ്വപ്ന ജെയ്സൺ, ഷിഫ, മറിയം മഹീൻ, ദെൻ പിന്നെ ഒരു പേരുണ്ട് ഐഫോൺ യൂസർ. റിപ്ലൈ കിട്ടും, പക്ഷെ പേരെന്താണെന്ന് എനിക്ക് കൃത്യം അറിയില്ല. ചില പേരുകൾ നോട്ടിസ്ഡ് ആണ്, കാരണം എല്ലാ ക്ലാസ്സിലും അവർ വളരെ ആക്റ്റീവ് ആണ്. മൈ ഗ്രോത്ത് ഇസ് വെരി സ്ലൈറ്റ്ലി, അതായത് വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ ഐ ഹാവ് എ സ്മോൾ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ വെരി സ്ലൈറ്റ് ഇംപ്രൂവ്മെന്റ്. മൈ ഗ്രോത്ത് ഇസ് വെരി സ്ലൈറ്റ്ലി എന്ന് പറയില്ല. മൈ ഗ്രോത്ത് ഇസ് എങ്ങനെയാണ് പറയുക, ഐ ഹാവ് എ സ്മോൾ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഐ ഹാവ് gained a slight betterment എന്ന് പറയാം. ഓക്കെ, മൈ ഗ്രോത്ത് ഇസ് വെരി സ്ലൈറ്റ്ലി എന്ന് പറയില്ല കേട്ടോ. ഐ വിൽ ട്രൈ ടു സ്പീക്ക് ആണ്, ട്രൈ ടു സ്പീക്ക് ഇൻ ഫ്ലുവന്റ് ഇംഗ്ലീഷ്. ട്രൈ ടു സ്പീക്ക് ഇൻ ഫ്ലുവന്റ് ഇംഗ്ലീഷ് എന്ന് വേണ്ട, ഐ വിൽ ട്രൈ ടു സ്പീക്ക് ഫ്ലുവന്റ്ലി എന്ന് മതി. ബട്ട് ഐ ഡോണ്ട് ഇറ്റ്. ഓക്കെ, ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടുന്നില്ല എന്നാണോ? സോ യു ക്യാൻ സേ ബട്ട് ഐ എം ട്രൈങ് ടു. അപ്പൊ ഐ വിൽ അല്ല, ഐ എം ട്രൈങ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി ബട്ട് ഐ എം നോട്ട് ഏബിൾ ടു. But I must try alla, but I will try. EP sessions is one of the best. Okay. Okay, very good. I'm happy with the replies. നിങ്ങളുടെ എല്ലാവരുടെയും സെന്റൻസ് ഫ്രെയിമിംഗ് എല്ലാം വളരെ ബെറ്റർ ആയിട്ടുണ്ട്. In my point of my grammar development is awesome. In my point of view in that, in my point of view, my grammar has developed. Okay, my grammar has developed എന്ന് പറയാം. My expectation is to enhance my fluency and vocabulary. Okay, Ashwati. I would like to improve vocabulary. Okay. Daily quotes are my favorite. Thank you. Okay. Fluent communication without hesitations. Sometimes conveying the messages or thoughts which I want is not properly conveyed. Okay, I understand, Sharon. The classes were extremely good. Classes have made me learn to improve in grammar and proper sentence making. Okay. എനിക്ക് നിങ്ങൾ എല്ലാവരിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് വൊക്കാബുലറിനേക്കാൾ, എല്ലാവരുടെയും വേർഡ്സ് വൊക്കാബുലറി ചിലർക്ക് നല്ലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ട്. വൊക്കാബുലറിനേക്കാൾ നിങ്ങളുടെ എല്ലാവരുടെയും സെന്റൻസ് ഫ്രെയിമിംഗ്, സെന്റൻസ് ഫോർമേഷൻ, സെന്റൻസ് ഡെലിവറി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. യു കെൻ ഓൾ അപ്രിഷിയേറ്റ് യുവർ സെൽഫ് ആൻഡ് ഈച്ച് അതർ. നമ്മൾ എല്ലാവരും ഇവിടെ തമ്മിൽ ഹെൽപ്പ് ചെയ്താണ് ലേൺ ചെയ്യുന്നത്. The platform is really encouraging me to
improve my communication skill and I would like to learn more. Okay, I'm worried about my grammar. I'm not confident in speaking fluent English. Okay, മുസ്തന കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെയിലി ടാസ്കുകളും നിങ്ങളോട് മിറർ ടോക്ക് ചെയ്യാനും അല്ലെങ്കിൽ ചുറ്റുമുള്ളവരായിട്ടൊക്കെ സംസാരിക്കാൻ. ഓക്കെ, ഇന്ന് കുറച്ചും കൂടെ ടെക്നിക്സ് പറഞ്ഞുതരാം. My English language is better than before this session. Then I want to my English language is better than before എന്ന് പറഞ്ഞാൽ മതി. That is understood. Better than before this session എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. Okay, my English language is better than before. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, after joining EEP, my English language അല്ലെങ്കിൽ my English fluency അല്ലെങ്കിൽ my English communication has bettered അല്ലെങ്കിൽ is better than before. My favorite is live session and attend some time can do my daily activities. ആ ലാസ്റ്റ് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഓക്കെ, ഫൈൻ. സോ ഐ എം ഹാപ്പി വിത്ത് യുവർ റിഫ്ലക്ഷൻസ്. ഇങ്ങനെ റിഫ്ലക്ഷൻസ് വെക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്കും ഒരു അവയർനെസ് ഉണ്ടാവുക, അതിലൂടെ എനിക്കും ഒരു അവയർനെസ് കിട്ടണം. അതായത് നിങ്ങളൊക്കെ ഏത് ലെവലിൽ എത്തി, നമ്മൾ ചെയ്യുന്ന നമ്മളൊരു കറക്റ്റ് റൂട്ടിലൂടെയാണോ പോകുന്നത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എനിക്കും അതേസമയം നിങ്ങൾക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ നമ്മളൊരു സെഷൻ വെക്കുന്നത്. ഓക്കെ, സോ ഒരു 10 days അല്ലെങ്കിൽ മന്ത്ലി വൺസ് എങ്കിലും യു ഓൾ നീഡ് ടു റിഫ്ലക്ട് യുവർ സെൽഫ്. അതായത് നിങ്ങളുടെ ലേണിംഗ് എവിടെ എത്തിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് ലേണിംഗിന്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ മറ്റെന്തെങ്കിലും ഗോൾ വെച്ചിട്ടുണ്ട് എങ്കിൽ, ന്യൂ ഇയർ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരുപാട് പേർക്ക് റെസൊല്യൂഷൻസ് ഉണ്ടായിരുന്നു, വെയിറ്റ് കുറക്കുക, ഹെൽത്തി ആയിട്ട് ഈറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങളൊക്കെ ആ ഒരു ഗോളിലേക്ക് എത്രമാത്രം എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അത് കീപ്പ് അപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിലേക്ക് നിങ്ങൾ എല്ലാവരും റിഫ്ലക്ട് ചെയ്യുക. ഓക്കെ, ആ ഒരു റിഫ്ലക്ട് ചെയ്യുക, സെൽഫ് അവെയർ ആവുക എന്നത് ഇംഗ്ലീഷ് ലേണിംഗിൽ മാത്രമല്ല എല്ലാത്തിലും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. സോ ഇവിടെ ഉള്ള ഒരു പിക്ചർ, ഈ ഒരു പിക്ചർ ഞാൻ കൊടുത്തേക്കുന്ന ഉദ്ദേശിക്കുന്നത് എന്താണ് കണ്ടോ, ഒരു റെഡ് സ്ട്രിങ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു എല്ലാ മെത്തേഡ്സും നമ്മളെ ലീഡ് ചെയ്യുന്നത് ഒരൊറ്റ ഗോളിലേക്കാണ്. എന്താണ്? നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആവുക എന്നുള്ളൊരു ഒറ്റ ഗോളിലേക്കാണ് നമ്മൾ ഈ എല്ലാ ഡിഫറെന്റ് മെത്തേഡ്സും നമ്മളെ ലീഡ് ചെയ്യുന്നത് എന്ന ഒരു മീനിങ്ങിലാണ് കേട്ടോ ഞാൻ ആ പിക്ചർ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡിബേറ്റിലേക്ക് ഒന്നും പോകുന്നില്ല. ഡിബേറ്റ് നെക്സ്റ്റ് ക്ലാസ്സിലാവും. ഇന്നൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ. ഗ്രൂപ്പ് ഡിസ്കഷനിൽ എന്താണ്, നിങ്ങൾ നിങ്ങളുടെ വ്യൂ പോയിന്റ് വ്യക്തമാക്കുക. എനിക്ക് വലിയ പാരഗ്രാഫ്സ് ഒന്നും കിട്ടണ്ട. ചാലഞ്ചസ് ടു ഇന്ത്യൻ ഡെമോക്രസി. ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനാധിപത്യം, അല്ലെ? ഇന്ന് നമ്മളുടെ എന്താണ്, ഇന്ത്യ ഏറ്റവും വലിയ ഡെമോക്രസി ആണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷെ അത് കറക്റ്റ് ആണോ? അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് എനിക്ക് കിട്ടേണ്ടത്. സോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്ലാരിറ്റി ഓഫ് ആർഗ്യുമെന്റ്, അതായത് പറയുന്ന കാര്യം വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് പറയുക. പെർസ്വാസീവ്നെസ്, അത് എത്രമാത്രം എന്നെ പെർസ്വേഡ് ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങൾ ആ പറയുന്ന കാര്യം എത്രമാത്രം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, എത്രമാത്രം അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മൾ പെർസ്വേഡിങ് സെന്റൻസുകളും പെർസ്വേഡിങ് വേർഡ്സ് ഒക്കെ പഠിച്ചില്ലേമോ? സോ അത് യൂസ് ചെയ്യുക. ലാംഗ്വേജ് ഫ്ലുവൻസി. സോ സെന്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ വളരെ ക്രിസ്പ് ആയിരിക്കുക, പ്രിസൈസ് ആയിരിക്കുക, റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, സോ ഗ്രൂപ്പ് ഡിസ്കഷന്റെ ടോപ്പിക് എന്താണ്? ചാലഞ്ചസ്, ഇന്ത്യൻ ഡെമോക്രസി അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നതാണ് ടോപ്പിക്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ വൊക്കാബുലറിനെ ഒന്നും കൂടെ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഐ ഗിവ് യു 5 minutes. അതായത് ഇപ്പോ ഇറ്റ്സ് 8:21, 8:21 സമയം. 8:26 വരെ നിങ്ങൾക്ക് എന്താണ് വേർഡ്സ് കിട്ടാത്തതുണ്ട് എങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങൾക്കത് ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ വേർഡ്സ് ഗൂഗിളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത സെന്റൻസുകൾ എനിക്ക് വേണ്ട കേട്ടോ. ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു 2 അല്ലെങ്കിൽ 3 സെന്റൻസ് മതി എനിക്ക് ഒരാളുടെ കയ്യിൽ നിന്ന്. ഓക്കെ, ലാസ്റ്റ് ഏതെങ്കിലും ഒരാളെ ഞാൻ വിളിച്ചിട്ട് ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നടന്ന മൊത്തം കാര്യം ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാൻ, അതായത് എല്ലാം ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ പറയും. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെ? ആരും എനിക്ക് ഗൂഗിളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത സെന്റൻസുകൾ അയക്കേണ്ടതില്ല കേട്ടോ. ചിലതൊക്കെ കണ്ട എനിക്ക് മനസ്സിലാവും. ഞാൻ പിന്നെ ഇതൊരു ഓപ്പൺ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് എടുത്ത് എന്താണ് ഇത് ഗൂഗിൾ പേസ്റ്റ് ആണല്ലോ എന്ന് ഞാൻ പറയാത്തത് അതുകൊണ്ടാണ്. Okay, main challenge our democratic India facing is the diverse culture, language, caste, creed and the population. Okay, main challenge our democratic India facing എന്നതിനേക്കാൾ നമ്മള് എന്താണ് ആർ എന്ന വേർഡ്, ഓക്കെ, OUR അവർ എന്നാണ് നമ്മൾ പലരും പ്രൊനൗൺസ് ചെയ്യുക. പക്ഷെ ഇത് അവർ എന്ന് പറയില്ല, ആർ.
ആർ എന്നാണ് കേട്ടോ പറയാം. സോ യു ക്യാൻ സ്റ്റഡി ഈ ഒരു സെന്റൻസിന്, സ്വപ്നം പറഞ്ഞ സെന്റൻസിന് തന്നെ കറക്റ്റ് ആണ് സെന്റൻസ്. നമ്മൾ എങ്ങനെയാണ് അതിനൊന്നും കൂടെ. ആൻഡ് വേറൊരു കാര്യം, നിങ്ങളുടെ ആരുടെയും കമന്റ്സിൽ എനിക്കൊരു പൊളിറ്റിസൈസിങ് വേണ്ട കേട്ടോ. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായി നിങ്ങൾ ആ ഒരു സംഭവത്തെ കണക്ട് ചെയ്യേണ്ടതില്ല കേട്ടോ. ഓക്കെ ഓക്കെ. വൺ ഓഫ് ദ മേജർ ചാലഞ്ച് അല്ലെങ്കിൽ മെയിൻ ചാലഞ്ച്, ഒരു മെയിൻ ചാലഞ്ച് അല്ലേ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അപ്പൊ മെയിൻ എന്ന് വേണ്ട, ആൻ ഇമ്പോർട്ടന്റ് കൺസേൺ അല്ലെങ്കിൽ മെയിൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ചാലഞ്ച് അല്ലെങ്കിൽ മെയിൻ ചാലഞ്ച് ഡെമോക്രാറ്റിക്, അതിന്റെ ഇടയിൽ ആറിന്റെ ആവശ്യം ഇല്ല. ഓക്കെ. ഫേസിംഗ് ഇസ് ദ ഡൈവേഴ്സ് കൾച്ചർ. വെരി ഗുഡ്. ഡൈവേഴ്സ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്തമായ കൾച്ചേഴ്സ് ഉണ്ട് അല്ലെ ഇന്ത്യയിലുടനീളം. അതായത് 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറീസും ആണ്. വളരെ ഡൈവേഴ്സ് കൾച്ചർ ആണ്. ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ വളരെ വ്യത്യസ്തമായ കൾച്ചർ ഉണ്ട്. വെരി ഗുഡ്. ലാംഗ്വേജ്, കാസ്റ്റ്, creed and the population. And എന്താണ് ഓവർ പോപ്പുലേഷൻ? ഇന്ത്യ ആണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രി എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ് സ്വപ്ന, വെരി ഗുഡ്. അത്രയും കുറഞ്ഞ ടൈമിൽ വിത്തിൻ 1 minute സ്വപ്ന എനിക്ക് ആ സെന്റൻസ് അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്. One of the challenges that our democracy is facing is the illiteracy. കറക്റ്റ് ആണ്. കാരണം ഇല്ലിറ്ററസി കാരണം ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളാണ്. നമ്മുടെ കേരളം ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആണ്. ലിറ്ററസി റേറ്റ് വളരെ അധികം ഉള്ള സ്റ്റേറ്റ് ആണ്. പക്ഷെ നമ്മൾ നോർത്തിലേക്കൊക്കെ വരുമ്പോൾ ലിറ്ററസി റേറ്റ് വളരെ കുറവാണ്. കുട്ടികൾ ഇവിടെ ചൈൽഡ് ലേബർ ഒക്കെ വളരെ കൂടുതലാണ്. Actually, democracy means the citizens have the right to express their views on the law. Okay, but in India, only the one with money and power has the main right to express their views. Very good, Shifa Sharin. Conveyed ആണ് കേട്ടോ, പെർസ്വേഡഡ് ആണ് ആ ഒരു സെന്റൻസിൽ. വൺ ഓഫ് ദ മേജർ ചാലഞ്ചസ് ഇസ് കറപ്ഷൻ. വെരി ഗുഡ്. 1 2 3 4 5 എന്നാണ് പേര്. എന്താണ്? സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് അറിയോ? ഇങ്ങനെ ഒരു ടോപ്പിക് കുറച്ചൊരു ഇങ്ങനെ ഒരു ടോപ്പിക് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വൊക്കാബുലറി ഇവിടെ ഇംപ്രൂവ് ചെയ്യാനാണ്. ഡൈവേഴ്സ് കൾച്ചർ, പവർ, കറപ്ഷൻ എന്നുള്ള വേർഡ്സ് ഒക്കെ വരുന്നുണ്ടോ. ലിറ്ററസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എത്രമാത്രം ഒരു സ്റ്റേറ്റിന്റെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു കൺട്രിയിലെ ആൾക്കാർ എത്രമാത്രം എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് നമ്മൾ അളന്ന് പറയുന്ന റേറ്റിനെയാണ് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിൽ മറ്റാരെങ്കിലും പറയുന്ന ഏതെങ്കിലും വേർഡ്സോ സ്റ്റേറ്റ്മെന്റ്സോ ക്ലിയർ ആവാത്തതുണ്ട് എങ്കിൽ യു ആർ ഓപ്പൺ ഫോർ ഡിസ്കഷൻ. അതായത് നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് ബോക്സിൽ തന്നെ ഇന്ന ആള് പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ തന്നെ. അതായത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാവർക്കും ടു എവ്രി വൺ എന്ന ഓപ്ഷനിൽ മെസ്സേജസ് ഇടുന്നത്. ഇതിൽ ആരെങ്കിലും പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സെന്റൻസ് മറ്റാർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ട് എങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. ഓക്കെ. Nowadays we are facing a lot of democratic challenges. They are languages, low literacy rate, etc. One of the major challenges faced by our Indian democratic എന്നല്ല പറയാ, faced by our Indian democracy എന്നാണ് പറയാ, is the religious problem. Okay, you can say എന്താണ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ റിലീജിയൻസ് എന്ന് പറയാ. ഓക്കെ, കാരണം റിലീജിയസ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ അത് വളരെ കൺഫ്യൂസിങ്, കുറച്ച് ആംബിഗ്യൂസ് ആണ്, ക്ലാരിറ്റി കുറവുള്ള പോലെയുണ്ട്. Okay, so you can say one of the major challenges faced by our Indian democracy is the conflict between religious communities, അല്ലെങ്കിൽ between religions എന്ന് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, democracy is the accommodation of different religions എന്ന് പറയാം. ഡിഫറെന്റ് റിലീജിയൻസിനെ അക്കോമഡേറ്റ് ചെയ്യുക എന്നത് ഡെമോക്രസിയിൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് ഇന്ന് വരുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. Our India is well known for the democracy, yes, but there is also some challenges. Yes, these are cultural diversity, caste system, unsanitary എന്നുള്ളൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യോ? നമ്മൾ ഇൻസാനിറ്ററി പറയാറുണ്ട്. ഇൻസാനിറ്ററി കറക്റ്റ് ആണ്. അൺസാനിറ്ററി എന്നതും കറക്റ്റ് ആണോ എന്നൊന്നും ഞാൻ നോക്കട്ടെ കേട്ടോ. യെസ്, അൺസാനിറ്ററിയും യൂസ് ചെയ്യും, ഇൻസാനിറ്ററിയും യൂസ് ചെയ്യും, കറക്റ്റ് ആണ്. Okay, and unsanitary യുടെ സ്പെല്ലിംഗ് UNSANITARY. പിന്നെ മറ്റൊരു സംഗതി, ക്ലെൻലിനെസ് ആക്ച്വലി നമ്മളുടെ എൻവയൺമെന്റ്, അത് നമ്മളുടെ ഡെമോക്രസീനെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ജനാധിപത്യത്തെ അതെങ്ങനെ ബാധിക്കുന്നു? ശ്രുതിമോൾ ഒന്ന് ക്ലിയർ ചെയ്യൂ. ഈ ഒരു അൺഹൈജീനിക് അല്ലെങ്കിൽ അൺസാനിറ്ററി കണ്ടീഷൻസ് എങ്ങനെയാണ് നമ്മുടെ ഡെമോക്രസീനെ ബാധിക്കുന്നത്? Now the democracy is not going in correct way. Diversity is the main problem.
Unemployment is one of the other problem. Yes, unemployment കാരണമാണ് കുറെ corruptions സംഭവിക്കുന്നത്. Okay. So with that, എനിക്കൊരാൾ ഇതൊന്ന് ഇപ്പൊ ഒരുപാട് വന്നിരിക്കുന്നത് ഇതിനൊന്നൊരു 2 minutes ഒന്ന് ചുരുക്കി രത്ന ചുരുക്കം എന്നൊക്കെ പറയില്ലേ, ഒരാൾ ഇതിനൊന്ന് എനിക്ക് സമ്മറൈസ് ചെയ്ത് തരണം. ഞാൻ ഒരാൾ റാൻഡം ആയിട്ട് വിളിക്കുകയാണേ. അഭിഷ ബിജു എവിടെയുണ്ടോ? അഭിഷ ബിജു ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക. അഭിഷ ബിജു ഉണ്ടോ ഇവിടെ? ഹായ്, ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. സോ അഭിഷ ഫസ്റ്റ് ക്ലാസ് ആണോ? അഭിഷയുടെ ആണോ? അതെ അതെ, ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഓക്കെ, ഇതൊന്ന് സമ്മറൈസ് ചെയ്യാൻ സാധിക്കുമോ? ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ഫസ്റ്റ് ക്ലാസ് കുഴപ്പമില്ല. എന്നാൽ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മ്യൂട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അഭിഷൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. I'm Abhisha Biju. I'm from Ernakulam district. Now I'm a BA English student, first year student. Okay, very good. Thank you, Abhisha. Okay. C. Sophia PM. എവിടെയുണ്ടോ? C. Sophia PM. Hello, ma'am. Good evening. Good evening. Audible ആണോ സോഫിയ? Yes, audible. Okay, first class ആണോ സോഫിയയുടെ? Second class. Okay, ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് തരാൻ സാധിക്കുമോ? I'll try. Oh, sure. Okay. So എന്താണ് ഇത്രയും നേരം പറഞ്ഞ മൊത്തമായിട്ട് എല്ലാവരും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യണം എന്നില്ല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സോഫിയക്ക് തോന്നിയത് എന്താണ് അതൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുക. Okay. Indian democracy is facing many challenges. For example, the corruption is the main thing I noted. And secondly, as Indian culture is having many religions and many languages and different types of different type of cultures. Yeah, different type of cultures, including more than 40 speaking languages. In this situation, we have to we are facing a lot of problems during this. Diverse populations accommodate ചെയ്യാൻ നമ്മുടെ Indian democracy fail ചെയ്യുന്നുണ്ട് അല്ലേ? Yes. One of the major issues that our Indian democracy is facing is the accommodation of diverse cultures and diverse languages. Culture, Okay. Then more power to be given to the states so that we can solve this issue in one way or other. And very good. More power should be either. അതിന് നമ്മൾക്ക് പറയാൻ പറ്റിയൊരു വേർഡാണ് പവർ ഡീസെൻട്രലൈസേഷൻ. ദാറ്റ് ഈസ് ഇപ്പൊ ഒരു സെൻട്രൽ നമ്മളുടെ നാഷണൽ ലെവലിൽ പവർ സെൻട്രലൈസ്ഡ് ആണ്. അത് കൂടുതൽ സ്റ്റേറ്റ്സ് കൂടുതൽ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആ ലെവലിലേക്ക് ആ പവറിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെ വി കൻ ടെൽ പവർ ഡീസെൻട്രലൈസേഷൻ. Okay. So one way of solving challenges to Indian democracy is power decentralization. Very good. Okay, then the corruption of the leaders is another problem we are facing. It is starting from before the election. Starting before the election itself, we can see directly in the election itself, and soon after that, the leaders are manipulating they give so many things. Promises. They are not keeping the promises, and they are not visiting their they are not keeping their word. Okay. Keeping their words, and they are not visiting even after the election. Within this 5 years, they are not visiting at least one time their places, and not
going through the problems or not Constituency, hearing the അവരുടെ people. constituency Yeah, sorry. ഇത്തരത്തിലുള്ള വൊക്കാബുലറീസ് ഇവിടെ ഇംപ്രൂവ് ചെയ്യുക. അവരുടെ പ്ലേസ് എന്നതിനേക്കാൾ അവർക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തെ നമ്മൾ പറയുന്നത് MP-ക്കായാലും MLA-ക്കായാലും കോൺസ്റ്റിറ്റ്യുവൻസി എന്നാണ് നമ്മൾ പറയാ കേട്ടോ. They are not taking the responsibility or they are not addressing the issues of their designated constituency. Designated എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് കൊടുത്തിട്ടുള്ള അതല്ലെങ്കിൽ അവര് ഏൽപ്പിച്ചിട്ടുള്ള അവര് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്ന ആ ഒരു ഇതിനെയാണ് designated. Okay, ഇപ്പൊ here I have been designated as the faculty of EEP. അതുപോലെ ഡെസിഗ്നേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഡെസിഗ്നേഷൻ. ഓക്കെ, എനിവേ വെരി ഗുഡ് സോഫിയ. ഓക്കെ, ഈവൻ ലൈക്ക് എന്താണ് അധികം ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാതെ തന്നെ ഇത്രയും പറഞ്ഞു. വെരി ഗുഡ്, ദാറ്റ് വാസ് എ വെരി ഗുഡ് റൈറ്റ്. ജസ്റ്റ് ടെൻഷൻസ് ഉണ്ട്, സ്ഥിരമായി സംസാരിക്കാത്തതിന്റെ ആ ഒരു ഫ്ലോന്റെ കുറവുണ്ട്. അത് എല്ലാവർക്കും കോമൺ ആയിട്ട് ഇവിടെ ഉള്ളതായിരിക്കും. ഓക്കെ, അത് സംസാരിച്ച് മാറും. ഓക്കെ, എനിവേ വെരി ഗുഡ്, ഐ എം വെരി ഹാപ്പി വിത്ത് ഇറ്റ്. ഓക്കെ, സോ നമ്മൾക്ക് ഇനി എല്ലാ വീക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ടോപ്പിക്, ഇന്നിപ്പോ നമ്മൾ പവർ, ഡീസെൻട്രലൈസേഷൻ, ഡെസിഗ്നേഷൻ, കോൺസ്റ്റിറ്റ്യുവൻസി കണ്ടോ. അപ്പൊ ഓരോ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾക്ക് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, then next is okay, ഇനി ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു 365 ഡേയ്സിന്റെ ക്ലാസ് കഴിഞ്ഞാലും പിന്നെ നമ്മൾ എന്ത് ചെയ്യും? 365 ഡേയ്സ് കഴിഞ്ഞാലും നമ്മൾ ആരും ഇവിടെ ഇംഗ്ലീഷിൽ പ്രൊഫിഷ്യന്റ് ആവാനോ മാസ്റ്റേഴ്സ് ആവാനോ പോകുന്നില്ല. വാട്ട് വി നീഡ്, ആൻഡ് ഓൾസോ നമ്മൾ ഡെയിലി ബേസിസിൽ സംസാരിക്കാത്തവരാണ് അധിക പേരും. ചിലർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബിഫോർ ദാറ്റ് ലെറ്റ് മീ ആസ്ക്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ജേർണലിംഗ് പഠിച്ചിട്ട് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒരാളെങ്കിലും ഇവിടെ ഉണ്ടോ? അറ്റ്ലീസ്റ്റ് എ പേഴ്സൺ? ഇഫ് യെസ്, പ്ലീസ് ഗിവ് മീ എ hands. So just respond to me in the chat box. Yes, Hafiz Ali. Anyone else? Very good, Hafiz Ali. Anyone else? Shehna, very good. Journaling, okay. Okay, രണ്ടുപേരുടെ കൈ കിട്ടിയിട്ടുള്ളൂ. ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇന്ന് ചോദിക്കുന്നില്ല. I'll ask you in the next class. Okay, Anisha, after all that, I'm translating newspaper. Very good. That's a very good activity. Okay. So, ഇനി നിങ്ങൾ ഓരോരുത്തർ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ ചോദിക്കാം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കുറച്ചും കൂടെ ടിപ്സ് തരാം. ഓക്കെ, അതായത് നമ്മുടെ ഒരു 365 ഡേയ്സ് എന്ന് പറയുന്നത് ഇപ്പൊ വേഗം കഴിയും. Already 113 days are done. We are in the 16th session. So, even after this EEP, how can you take forward ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇംപ്രൂവ്മെന്റ് ജേർണി അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ജേർണി നിങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഓപ്റ്റ് ആൻ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് കോഴ്സ്. നിങ്ങൾ എല്ലാവരും ഒറ്റക്ക് സമയം കണ്ടെത്തി ഒറ്റക്ക് വർക്ക് ചെയ്യുന്നവരാണ് എങ്കിൽ, ഇംഗ്ലീഷ് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യണം എന്നില്ല. അതല്ല, അതിനുള്ള സാഹചര്യം ഇല്ല, ഒരു കോഴ്സ് ആവുമ്പോൾ എന്താണ് നമ്മൾ പുഷ് ചെയ്യാൻ ആൾക്കാരുണ്ട്, നമ്മൾ നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സംഗതിയാണ്, അങ്ങനെ ഒരു സെറ്റപ്പ് കൂടുതൽ താല്പര്യമുള്ളവർ എന്താണ് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് കോഴ്സസ് ചൂസ് ചെയ്യുക. എക്സാക്ട്ലി, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അത് തന്നെയാണ്. പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾക്ക് എല്ലാവർക്കും മടിയുള്ളതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അതല്ലാതെ ഇംഗ്ലീഷ് അങ്ങനെ കടിച്ചാ പൊട്ടാത്ത ലാംഗ്വേജ് ഒന്നും അല്ല. ഓക്കെ, സോ അഡ്വാൻസ്ഡ് കോഴ്സ് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഒരു കോഴ്സും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡിഫറെന്റ് കോഴ്സുകൾ ഉണ്ട്. ഓക്കെ, സോ എന്താണ് അധിക ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നമ്മൾ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ അവരൊരു ലെവൽ ടെസ്റ്റ് നടത്തും. നമ്മൾ ബിഗിനർ ലെവൽ ആണോ, ഇന്റർമീഡിയറ്റ് ലെവൽ ആണോ, അല്ലെങ്കിൽ അഡ്വാൻസ് ലെവലിലേക്കാണോ. ബൈ ദ എൻഡ് ഓഫ് EEP നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഒരു ബിഗിനർ ലെവലിലല്ല, ഒന്നില്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധിക്കും. അവിടെ എന്താണ് വീണ്ടും നമ്മൾ പഠിച്ച അതേ സംഗതികൾ നമുക്കിപ്പോ എന്താണ് വീക്ക്ലി വൺസ് ആണ് ലൈവ്. അവിടെ നിങ്ങൾക്ക് വീക്കിൽ കൂടുതൽ ലൈവ് കിട്ടുകയും നിങ്ങൾ എന്താണ് ഈ ഒരു പ്രോസസ്സിന്റെ ഉള്ളിൽ തന്നെ നിർത്തുക എന്നതാണ് വീണ്ടും ഒരു ഇംഗ്ലീഷ് കോഴ്സ് കൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വേണ്ട എല്ലാ ബേസിക്സും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കവർ ചെയ്യേണ്ട എല്ലാം നമ്മളൊരു ഔട്ട്ലൈൻ പ്ലസ് എന്താണ് നിങ്ങൾ ആക്ടിവിറ്റി ആയിട്ട് മാക്സിമം നമ്മളിവിടെ കവർ ചെയ്യും. വീണ്ടും ഒരു കോഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു റൂട്ടിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് ഈ 365 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരു ബ്രഷപ്പ് പോലെ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ മറ്റൊരു കോഴ്സ്, ദാറ്റ് ഈസ് പോസ്റ്റ് പ്രോഗ്രാം, ഈ ഒരു പ്രോഗ്രാമിന് ശേഷം മറ്റെന്തെങ്കിലും ഒരു കോഴ്സും കൂടെ ചെയ്യുക.
ഇവിടെ IELTS ട്രൈ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ IELTS കോച്ചിങ്ങിന് പോവുക. അതല്ല ഇപ്പൊ ഈ ഒരു ജസ്റ്റ് സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ഉള്ളവർ തന്നെ മറ്റെന്തെങ്കിലും ഒരു കോഴ്സും കൂടെ ചെയ്താൽ നിങ്ങളുടെ അത് എന്താണ് ഇതൊന്നും കൂടെ സ്ട്രോങ് ആക്കും. നെക്സ്റ്റ് അങ്ങനെ ഒരു ഇനിയും ഒരു സ്പെസിഫിക് ടൈമും മണിയും ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ സാഹചര്യമില്ലാത്ത അല്ലെങ്കിൽ സമയമില്ലാത്ത വർക്ക് കാരണം അങ്ങനെ എന്തെങ്കിലും ഉള്ളവർ എന്താണ് സെൽഫ് ലേണിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കുക. ഓക്കെ, സെൽഫ് ലേണിംഗ് സ്ട്രാറ്റജീസ് എന്തായിരിക്കണം? നമ്മളെ തന്നെ എന്റർടൈൻ ചെയ്യുന്നതായിരിക്കണം, നമുക്ക് തന്നെ എൻജോയ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. അതിനെന്താണ് ലിസൺ ടു മ്യൂസിക് ആൻഡ് ലേൺ ഓൾ ദ ലിറിക്സ്. അതായത് അത് കാണാപ്പാഠം പഠിക്കാനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇംഗ്ലീഷ് പോംസിലെയും മ്യൂസിക്കിലെയൊക്കെ ലിറിക്സ് ഭയങ്കര ഡയറക്റ്റ് ആയിരിക്കില്ല, ഇത്തിരി ഇൻഡയറക്റ്റ് ആയിരിക്കും. നമ്മൾ കുറച്ചൊന്ന് ആലോചിച്ച് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഉപയോഗിച്ച് മനസ്സിലാക്കേണ്ട ലിറിക്സ് ആയിരിക്കും. വളരെ ഡയറക്റ്റ് ലിറിക്സ് കുറവാണ്. അപ്പൊ എന്താണ് നിങ്ങൾ ഒരു മൂവി കാണുമ്പോൾ എന്താണ് ഡയലോഗ്സ് വളരെ ഡയറക്റ്റ് ആയിരിക്കും. സോ അതിനേക്കാൾ കൂടുതൽ ആക്ടിവിറ്റി നിങ്ങൾ ഒരു പാട്ട് കേട്ടത് മനസ്സിലാക്കാൻ എടുക്കും. സോ അതൊരു സെൽഫ് ലേണിംഗ് സ്ട്രാറ്റജിയാണ്. നെക്സ്റ്റ് വൺ ഇസ് ഇംഗ്ലീഷ് വീഡിയോസ് അബൌട്ട് യുവർ ഇൻട്രസ്റ്റ്. നമ്മൾ ഒരുപാട് ഡെയിലി എല്ലാവരും മിനിമം 1 hour എങ്കിലും ഇൻസ്റ്റഗ്രാം റീൽസിലോ യൂട്യൂബ് ഷോർട്സിലോ സമയം കളയുന്നുണ്ട്. സോ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ എന്താണ് നേറ്റീവ് സ്പീക്കേഴ്സിന്റെ ഇംഗ്ലീഷ് കൂടുതൽ കേൾക്കാൻ ശ്രമിക്കുക. അതായത് ഇന്ത്യൻസിന്റെ ഇംഗ്ലീഷ് വീഡിയോസ് ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അതല്ല, മറിച്ച് എന്താണ് ഇംഗ്ലീഷുകാരുടെ, അതായത് നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിന്റെ വെസ്റ്റേണേഴ്സിന്റെ ഷോസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണോ, ഹിസ്റ്ററി ആണോ, പൊളിറ്റിക്സ് ആണോ, സൈക്കോളജി ആണോ, എന്താണോ ടോപ്പിക്കിൽ അവരുടെ നേറ്റീവ് സ്പീക്കേഴ്സിന്റെ വീഡിയോസ് ഉണ്ടാവും, അത് കണ്ടു നോക്കുക. ഓക്കെ, then as usual watch English movies and TV shows. Next is test your grammar with online English quizzes. Okay, so even after this course നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അപ് ടു ഡേറ്റ് ആവാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്രാമർ ക്വിസുകൾ കിട്ടും, വൊക്കാബുലറി ക്വിസുകൾ കിട്ടും, ദെൻ സെന്റൻസ് ക്വിസുകൾ, സെന്റൻസുകൾ തന്നിട്ട് അതിൽ ഏതാണ് കറക്റ്റ് സെന്റൻസ്, അനവധി ക്വിസുകൾ കിട്ടും. ആ ക്വിസുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തേഡാണ്. ദെൻ ചാറ്റ് വിത്ത് ഫ്രണ്ട്സ് ഓൺലൈൻ. നിങ്ങളുടെ ഫ്രണ്ട്സ് വേറെ ആരെങ്കിലും ഇംഗ്ലീഷ് പഠിക്കുന്നവരുണ്ടെങ്കിൽ മേക്ക് എ ഡീൽ വിത്ത് ദം, അവരുമായിട്ടൊരു ഡീൽ കീപ്പ് ചെയ്യുക. ദാറ്റ് ഇസ് നമ്മൾ ഡെയിലി ഒരു ഹാഫ് ആൻ അവർ ഇംഗ്ലീഷിൽ മാത്രം ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ചാറ്റ് ചെയ്യല, നിങ്ങളുടെ ചാറ്റ് ബോക്സിലുള്ള കൺവെർസേഷൻ എല്ലാം ഇംഗ്ലീഷിലായിരിക്കും എന്നുള്ളൊരു ഡീല് ആരെങ്കിലുമായിട്ട് കീപ്പ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുക. നെക്സ്റ്റ് ഇസ് റീഡ് ഇ ബുക്സ്, ആർട്ടിക്കിൾസ് ആൻഡ് ഓൺലൈൻ മാഗസിൻസ്. വീണ്ടും ഇംഗ്ലീഷ് ബുക്സും ന്യൂസ് പേപ്പേഴ്സും ഒക്കെ വായിക്കുക. പിന്നെ ഉള്ളൊരു അടിപൊളി വെരി സജസ്റ്റബിൾ മെത്തേഡ് ആണ് റൈറ്റ് അബൌട്ട് സംതിങ് യു ആർ തിങ്കിങ് അബൌട്ട്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എഴുതാൻ ശ്രമിക്കുക. അതാണ് ജേർണലിംഗ് ഒക്കെ നിങ്ങൾ അതിന് വളരെ അധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, റൈറ്റ് അബൌട്ട് സംതിങ്. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഡെയിലി ഒരു 5 അല്ലെങ്കിൽ 10 സെന്റൻസ് ഇംഗ്ലീഷിൽ എഴുതണം എന്ന് നിങ്ങൾ ഒരു ഇന്റൻഷൻ കീപ്പ് ചെയ്യുക. സോ ഡെയിലി അത് എന്തിനെങ്കിലും കുറിച്ചാവാം, നിങ്ങൾ അന്ന് ഉണ്ടാക്കിയ ഫുഡിനെ കുറിച്ചുണ്ടാവാം, നിങ്ങൾ കണ്ട ഒരാളെ കുറിച്ചാവാം, നിങ്ങൾ കണ്ട സിനിമനെ കുറിച്ചാവാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതിനെ കുറിച്ചാവാം. എനിത്തിങ് ഓർ എവറിത്തിങ് എഴുതുന്ന രീതിയിൽ ഇൻ ഇംഗ്ലീഷ് എന്നുള്ള ഒരു കണ്ടീഷനിൽ നിങ്ങൾ എഴുതുക. ഓക്കെ, എഴുതുക എന്നത് നോട്ട് ഓൺലി ഇംപ്രൂവ്സ് യുവർ റൈറ്റിംഗ് സ്കിൽസ് ബട്ട് ഓൾസോ യുവർ സ്പീക്കിംഗ് സ്കിൽസ്. ഓക്കെ, ദെൻ സ്പീക്ക് ഇംഗ്ലീഷ് വേറെവർ യു ഗോ. അതായത് മലയാളം മാത്രം മനസ്സിലാവുന്ന ഒരു കൂട്ടത്തിന്റെ ഇടയിൽ പോയി ഇംഗ്ലീഷ് സംസാരിക്കാനല്ല, മറിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം അത് സംസാരിക്കുക. പൊതുവെ നമ്മൾ എല്ലാരും ചെയ്ത് വരുന്ന എന്താണ്, ഓ അവിടെ ഇംഗ്ലീഷിലാണോ സംസാരിക്കേണ്ടത്, അന്നാ ഞാൻ ഇല്ല. എന്തെങ്കിലും ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫറൻസ് ഉണ്ട്, ഇംഗ്ലീഷിലാണോ, അന്നാ ഞാൻ ഇല്ല എന്നതിനേക്കാൾ നിങ്ങൾ അത് ഇംഗ്ലീഷിലാണോ, എന്നാ ഓക്കെ ലെറ്റ് മീ ഗിവ് എ ട്രൈ എന്നുള്ള ഒരു മോട്ടിവേഷൻ ലെവലിലേക്ക് നിങ്ങൾ എത്തണം. ഇംഗ്ലീഷ് സംസാരിക്കാനും കേൾക്കാനും കിട്ടുന്ന ചാൻസുകൾ മിസ് ചെയ്യാതെ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. ഓക്കെ, ഞാനിപ്പോ 2 കൊല്ലമായിട്ട് ഡൽഹിയിലുള്ള ഒരാളാണ്, ബട്ട് സ്റ്റിൽ ഐ ഫീൽ ടു ലേൺ ഹിന്ദി. കാരണം എന്താണ്, ഇംഗ്ലീഷ് അധികം സ്റ്റിൽ ഐ ഫീൽ ടു ലേൺ ഹിന്ദി ബിക്കോസ് ഹിന്ദി വളരെ അധികം പറയേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറും. അല്ലെങ്കിൽ എന്താണ്, ഹിന്ദി നല്ലോണം അറിയുന്ന ഒരാളെ കൂടെ കിട്ടും. ഞാൻ ഒഴിഞ്ഞു മാറുന്നത് കൊണ്ടാണ് ഇവിടെ ഹിന്ദി പഠിക്കാത്തത്. അല്ലാതെ 2 കൊല്ലം ഡൽഹിയിൽ നിന്നിട്ടൊന്നും ഹിന്ദി പഠിക്കാത്ത ആരും ഈ നാട്ടിൽ അങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ, സോ അങ്ങനെ സംസാരിക്കാൻ കിട്ടുന്ന ചാൻസുകൾ മിസ് ചെയ്യാതെ കോൺഫിഡൻസ്, ഐ മീൻ എന്താ പറയാ, ആദ്യമായിട്ടൊന്നും സംസാരിക്കുമ്പോൾ ഫുൾ എല്ലാം കറക്റ്റ് ആയിരിക്കും എന്നൊന്നുമില്ല. ആദ്യത്തെ ചെറിയ കളിയാക്കലുകളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൾക്കാരുടെ കളിയാക്കലുകൾ പേടിച്ചിട്ടാണെങ്കിൽ നമ്മളൊന്നും ചെയ്യലുണ്ടാവില്ല. സോ സ്റ്റാർട്ട് സ്പീക്കിംഗ്.
പിന്നൊന്നാണ് ഇമ്മേർഷൻ ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഇമ്മേർഷൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഒരു കൾച്ചറിലേക്ക്, ആ ഒരു ഇംഗ്ലീഷ് കൾച്ചറിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുക, അതായത് അതിന്റെ ഉള്ളിലേക്ക് ഇൻവോൾവ് ആവുക, കംപ്ലീറ്റ് എൻഗേജ്ഡ് ആവുക എന്നതാണ് ഇമ്മേർഷൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫോർമൽ ഇമ്മേർഷൻ പ്രോഗ്രാംസ് ഒരുപാടുണ്ട്. നമുക്ക് ഫോർമലി അല്ലാതെ ചെയ്യാൻ പറ്റിയ കുറച്ചാണ്. ടേക്ക് കൾച്ചറൽ ഫീൽഡ് ട്രിപ്സ്. അത് ഏതൊരു ഭാഷ പഠിക്കാനായാലും ആ ഭാഷ മനസ്സിലാക്കാൻ കൾച്ചറൽ ഫീൽഡ് ട്രിപ്സ് എടുക്കുക. ഫോർ എക്സാമ്പിൾ, എനിക്കിവിടെ ഹിന്ദി പഠിക്കാൻ ബെസ്റ്റ് വേ എന്തായിരിക്കും? ഹിന്ദി മാത്രം സംസാരിക്കാൻ അറിയുന്നവരുടെ ഇടയിൽ പോയി ഞാനൊരു 3, 4, 5 ദിവസം നിൽക്കുമ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവരെ ഇംഗ്ലീഷ്, അത്രയും ആൾക്കാർ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നതിന് അതല്ലല്ലോ എന്റെ ഉദ്ദേശം, മറിച്ച് ഞാൻ ഹിന്ദി പഠിക്കുക എന്നതല്ലേ. സോ ഞാൻ അതിലൂടെ ഹിന്ദി പഠിക്കും. അതുപോലെ ഇപ്പൊ നമ്മൾക്ക് കൾച്ചറൽ ഫീൽഡ് ട്രിപ്പ് എന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന കമ്മ്യൂണിറ്റീസ് അങ്ങനെ ഇല്ലല്ലോ. സോ എന്താണ്, ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡെവലപ്മെന്റ് ക്ലബുകൾ ഉണ്ടാവും. ഈ ഡിബേറ്റ് ക്ലബുകള്, അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ ക്ലബ്, ഇങ്ങനെ ക്ലബുകൾ ഉണ്ടാവും എന്തിനെങ്കിലും. അത്തരത്തിലുള്ള ക്ലബുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അതൊരു നല്ല ഓപ്ഷൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് പ്ലാൻ ഇമ്മേർഷൻ ഡേയ്സ്. അതൊരു അടിപൊളി ആക്ടിവിറ്റി ആണ്, പക്ഷെ വെൽ പ്ലാൻഡ് ആയിരിക്കണം. അത് വർക്ക്ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ ഒരു ദിവസം കുറച്ചൊക്കെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു ഇമ്മേർഷൻ ഡേ എങ്ങനെയാണ് പ്ലാൻ ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് ഈസ്, നിങ്ങൾ തലേന്ന് കിടക്കുമ്പോഴേ ഒരു കോട്ട്, ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒരു കോട്ട്, ഒരു തോട്ട് ഓഫ് ദ ഡേ പോലെ ഒരു സംഭവം എഴുതി വെച്ചിട്ട് കിടക്കുക. രാവിലെ നിങ്ങളുടെ ഡേ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. രാവിലെ എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. ആ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എങ്ങനെയായിരിക്കണം ഉണ്ടാക്കേണ്ടത്? ദാറ്റ് ഈസ്, നിങ്ങൾ ഏതെങ്കിലും ഇംഗ്ലീഷ് ചാനൽ നോക്കി ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് റെസിപ്പി ഫോളോ ചെയ്യുക. അതായത് ഭയങ്കരമായ സംഭവം ഒന്നും വേണമെന്നില്ല. ചിലപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ആൻഡ് എന്താണ് സ്ക്രാമ്പിൾഡ് എഗ്സ്, നമ്മുടെ മുട്ട ചിക്കുന്നതിനെയാണ് സ്ക്രാമ്പിൾഡ് എഗ് എന്ന് പറയുക. മുട്ട ചിക്കുക എന്നതിന് നമ്മൾ പറയുന്നതാണ് സ്ക്രാമ്പിൾഡ് എഗ് എന്നത്. ഓക്കെ, സോ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി നോക്കി അതുപോലെ കുക്ക് ചെയ്യാൻ നോക്കുക. അതിനുശേഷം ഇംഗ്ലീഷ് ചാനൽസിൽ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടാവില്ല, സാൻഡ്വിച്ച്, അതെല്ലാം ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ചാനൽ നോക്കി അവര് പറയുന്നുണ്ടാവും എന്താണ് ട്വിസ്റ്റ് ദ ബ്രെഡ്, അല്ലെങ്കിൽ എന്താ ഹീറ്റ് ദ പാൻ, പ്രീ ഹീറ്റ് ദ പാൻ. അപ്പൊ അവിടെയും നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ആവുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മുടെ കിച്ചൺ ലാംഗ്വേജസ് കൂടുതൽ ഇംപ്രൂവ് ചെയ്യും. കുഴക്കുക, മാവ്, ഡോ, ഈറ്റ് ദ ഡോ എന്നാണ് മാവ് കുഴക്കുക എന്നതിന് പറയാം. ഈറ്റ് ദ ഡോ എന്നാണ് പറയുക. സോ അത്തരത്തിലുള്ള നമ്മുടെ വൊക്കാബുലറി അവിടെ ഇംപ്രൂവ് ആവും. പിന്നെ എന്താണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷറിന്റെ, ഏതെങ്കിലും ഒരു വെസ്റ്റേണറിന്റെ ഡേ ഇൻ മൈ ലൈഫ് നോക്കിയിട്ട് അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ ആ ഒരു കൾച്ചറിൽ ഇൻവോൾവ് ആവാൻ നോക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഒരു ഇംഗ്ലീഷ് കൾച്ചറിൽ ഇൻവോൾവ് ആവാൻ നോക്കിക്കൊണ്ട്. സോ എന്താണ്, നമ്മുടെ ഒരു ഡേ ഒരു ഇംഗ്ലീഷ് മാന്റെ ലൈഫ് പോലെ ഇതൊരു ആക്ടിവിറ്റി ആണ്. അതായത് നമ്മളെ തന്നെ ഒന്നും കൂടെ ആക്റ്റീവ് ആക്കാൻ, നമ്മളെ തന്നെ ആ ഒരു ലാംഗ്വേജിൽ ഒന്നും കൂടി ഇൻട്രസ്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇമ്മേർഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ആ ഒരു ഫുൾ ഡേ ഒരു ഇംഗ്ലീഷർ ലൈഫ് പോലെ. ഈവനിങ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മൂവി കാണുക, രാത്രി വീണ്ടും ഒരു ഇംഗ്ലീഷ് ഡിന്നർ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നമ്മളുടെ വിഭവം, നമ്മൾ ഇന്ന് കഴിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ വെസ്റ്റേണേഴ്സിന്റെ സംഭവങ്ങളാണ്. സോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, ഇംഗ്ലീഷ് ഡിന്നർ എന്ന് പറയുന്നത് വലിയ സംഭവങ്ങളൊന്നും അല്ല. സാൻഡ്വിച്ച്, സ്ക്രാമ്പിൾഡ് എഗ്, മാഷ്ഡ് പൊട്ടേറ്റോസ്. ഓക്കെ, ദെൻ പിന്നുള്ളത് വാച്ച് ഒത്തന്റിക് ഇംഗ്ലീഷ് വീഡിയോസ്. ഇവിടെ ഒത്തന്റിക് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷേഴ്സ് പറയുന്ന ഇംഗ്ലീഷ് വീഡിയോസ് വാച്ച് ചെയ്യുക. ദാറ്റ് ഈസ്, നമ്മുടെ ഇന്ത്യൻസ് സ്പീക്ക് ചെയ്യുന്ന ഇംഗ്ലീഷ് അല്ലാതെ ഇംഗ്ലീഷേഴ്സിന്റെ ഇംഗ്ലീഷ് ആക്സന്റ് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ എന്താണ്, ഒരു മലയാളിയുടെ അടുത്ത് നിന്ന് നമ്മൾ മലയാളം പഠിക്കുന്നതും വേറെ ഏതെങ്കിലും ഒരു ഭാഷക്കാരൻ മലയാളം പഠിച്ചിട്ട് അയാളുടെ അടുത്ത് നിന്ന് പഠിക്കുന്നതിലും വ്യത്യാസം ഉണ്ടാവില്ല. അത്രയും തന്നെയുള്ളൂ. അവരുടെ ആക്സന്റ് ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾക്ക് ആദ്യം അത് മനസ്സിലാവുന്നെങ്കിൽ സബ് ടൈറ്റിൽസ് ഇട്ട് ആ വീഡിയോസ് കാണുക. ഓക്കെ, യൂട്യൂബിലൊക്കെ അധിക വീഡിയോസിനും സബ് ടൈറ്റിൽസ് അവൈലബിൾ ആണ്. ദെൻ ഫോർമൽ ഇമ്മേർഷൻ പ്രോഗ്രാംസ്, ഇത് ഈ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ ഇന്നിപ്പോ ഈ ഇമ്മേർഷൻ പ്രോഗ്രാംസ് വളരെ വൈഡ്ലി നമ്മുടെ നാട്ടിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഓക്കെ, ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ ഇമ്മേർഷൻ പ്രോഗ്രാംസ്, അതായത് ആ കൾച്ചറൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഈ ഒരു ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ അത്രയും ആക്റ്റീവായി പഠിക്കാൻ താല്പര്യമുള്ളവർ ഇത്തരത്തിലുള്ള ഇമ്മേർഷൻ പ്രോഗ്രാംസ് കണ്ടുപിടിച്ച് അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ മൂന്ന് മെയിൻ ബ്രോഡായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഫ്യൂച്ചർ, അതായത് ഈ ഒരു EEP പ്രോഗ്രാം കഴിഞ്ഞാൽ പോസ്റ്റ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം നിങ്ങൾക്ക് ഈ ഒരു റൂട്ടിൽ കൂടെ പോകാൻ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഫസ്റ്റ് is join advanced English courses. Second is self-study strategies. And third one is immersion opportunities.
അത്ര മടിയില്ലാത്തവരും അതേപോലെ ഈ ഒരു 365 ഡേയ്സ് അത്യാവശ്യം കുഴപ്പമില്ലാതെ വെൽ ആയിട്ട് ഫോളോ ചെയ്യുന്നവരും ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും പുറത്തൊരു കോഴ്സ് എടുക്കേണ്ടതായിട്ട്, അതായത് നിങ്ങൾക്ക് വേറെ IELTS എഴുതാനോ മറ്റേ എക്സാംസ് ഒന്നും ക്രാക്ക് ചെയ്യാനില്ല. നിങ്ങൾ സ്പീക്കിംഗ് എബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ സെൽഫ് സ്റ്റഡി സ്ട്രാറ്റജീസ് തന്നെ നോക്കിയാൽ മതി. മറ്റൊരു സ്ഥലത്ത് പോയി പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങൾ ഓരോരുത്തർ എടുക്കുന്ന എഫേർട്ട് അനുസരിച്ച് ഇരിക്കും ട്ടോ. I see British lady Lucy. Okay, she speaks British English. Her classes are available in YouTube. Grammar, vocabulary, all classes are available. Very good. English ഒരുപാട് പേരുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് ബ്രിട്ടൻ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അമേരിക്കൻ ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ദെൻ ഫൈനൽ ആക്ടിവിറ്റി. ഇത് നിങ്ങൾ നേരത്തെ ടെക്സ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ സ്പീച്ച് ആയിട്ട് എനിക്ക് കിട്ടണം. 1 minute സ്പീച്ചസ് മതി. എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ ആദ്യമായിട്ട് ഈ ക്ലാസ് ജോയിൻ ചെയ്തത് എന്തുകൊണ്ടാണ്? കുറെ പേര് എന്താണ് ഇതൊരു മാത്രം വന്നവരുണ്ടാവാം, ഒരു ഫ്രീ സെഷൻ എന്ന് കണ്ടതുകൊണ്ട് മാത്രം വന്നവരുണ്ടാവും, കയറിയതിനു ശേഷം ഇൻട്രസ്റ്റ് വന്നവരുണ്ടാവാം, ഇംഗ്ലീഷ് പഠിക്കണമെന്ന് അതിയായ ആഗ്രഹത്തോടെ വന്നവരുണ്ടാവും. സോ ഹൗ ഡിഡ് യു റീച്ച് ഇൻ ടു ഇറ്റ്? ആൻഡ് ഇതിൽ നിങ്ങളുടെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ ഓക്കെ ആയി എന്നാണോ, അതോ സ്റ്റാർട്ടിങ് തൊട്ടേ എൻജോയിങ് ആണോ? അതുപോലെ നിങ്ങൾ നമ്മുടെ ഈ ഒരു EEP സെഷൻസിൽ പഠിച്ച് എന്തെങ്കിലും ഒരു സ്കില്ലോ വൊക്കാബുലറിയോ നിങ്ങൾ എവിടെയെങ്കിലും റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും പറയുക. ഓക്കെ, സോ ഞാൻ റാൻഡം ആയിട്ട് ആളെ വിളിക്കാൻ പോവാണേ. എല്ലാവരും ഒന്ന് മൈൻഡിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോ. നിങ്ങൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്തായിരുന്നു? ലേണിംഗ് എക്സ്പീരിയൻസ് എന്താണ്? ഇവിടെ പഠിച്ച ഏതെങ്കിലും സ്കില്ലും ടാലന്റും നിങ്ങളുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ സാധിച്ചോ? ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ദിലു ഉണ്ടോ ഇവിടെ? ദിലു ആർ യു ഹിയർ? നിങ്ങൾ സംസാരിക്കാൻ കോൺഫിഡന്റ് അല്ലാത്തത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ താല്പര്യം. ഓക്കെ, ഹായ് ദിലു, am I audible? Yes, ma'am. Okay, so hi Dilu, introduce yourself please. Actually, it's my first class. Okay. So you can just tell what are your expectations from English enrichment program. Before that, please introduce yourself. I'm Dilbi and I'm from Calicut. I'm doing BA Psychology. So what are your expectations from this English enrichment program? I would like to improve my language skill. Sorry, I didn't get you. Improve your? I would like to improve my language skill, ma'am. Okay, very good. Language skill in particular what? Writing, speaking, grammar, vocabulary. Which area do you wish? Speaking, ma'am. Actually, I can speak, but in some cases, I am not able to. Okay, you're not able to take out your words or put out the words as you wish to. Yeah, exactly. Yes. Okay. Thank you. Okay, ma'am. Thank you, Dilu. Gayatri E. ഇവിടെ ഉണ്ടോ? Gayatri? Are you here, Gayatri? Gayatri. Okay. Hi. Hello, Gayatri. Good evening. Good evening, ma'am. Okay, is this your first class? No, ma'am. And from starting. Okay, so Gayatri, you can just introduce yourself and you can tell your learning experience. Ma'am, I'm Gayatri. I'm from Calicut. I'm a student, 12th grade student. So I joined Propise for CUT course. That time I heard about EEP section. Okay. I want to improve my vocabulary and speaking skills. So I think this help to improve my English speaking. And Okay, so you think this program will help you to improve your language skills? okay, ma'am. Yes. Okay, so how do you feel the learning experience is? Is it boring, or do we need to make it more active, or is it difficult? What do you feel about your learning
experience? Ma'am, actually, it improved my this through this sections. I improve my vocabulary and I feel good in my speaking. Okay, you feel like you have improved your speaking. Yeah, ma'am. Yes, ma'am. Okay, thank you, Gayatri. Thank you, ma'am. Anything else? Do you have something else to tell? No, ma'am. Okay, thank you. Thank you. Okay, I'll just call one more person and we'll wind up. Is Hafiz Ali here? Hafiz Ali? Hafiz Ali K. Because I wish to hear a male sound too. Because വിളിച്ചെല്ലാരും അധികം females ആയിരുന്നു. Okay, yes. Hafiz, you can just introduce your Hafiz in the first class LLO. I have seen you before. Alle. So you can just introduce yourself and continue. My name is Hafiz Ali. I am prepared for JAM exam 2024. I am from Okay, I'm Calicut. preparing. My experience in English enrichment program is I am start my journal in last week. Okay, so last week you started your journaling. Okay, and how is it going? It gives a aware about myself and I know my grammar mistakes in English. Okay, it gives me an awareness of myself. Okay, and I am able to, അതായത് ഹാഫിസ് പറയുന്ന പോലെയാണ് കേട്ടോ ഞാൻ പറയേണ്ടത്, and gives me and it makes me and it helps me to realize my grammar mistakes. Okay, then But unfortunately, I can't flow through the task. you are not able to follow the tasks. Sometimes skip the audio but the Yes, channel is sometimes you are skipping the task. Okay, try to follow it regularly. Okay, I can understand as you are preparing for JAM, you have other engagements too, but try to follow it regularly as much as possible. Okay, കഴിയുന്നിടത്തോളം. Okay, okay, thank you, Hafiz. ഹാഫിസിന്റെ കയ്യിൽ വൊക്കാബുലറീസ് ഉണ്ട്, പക്ഷെ സ്ഥിരമായി സംസാരിക്കാത്തതിന്റെ എന്താണ് ഒരു കണക്ട്, ഐ മീൻ ഇതിന്റെ ഒരു അസോസിയേറ്റ് ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങളും അതൊരു മൊത്തമായിട്ടൊരു സെന്റൻസ് ആയിട്ട് ഫ്രെയിം ചെയ്യുന്നതിന്റെ ഒക്കെ ചെറിയ ഇഷ്യൂസ് ആണ്. ഇറ്റ്സ് ഫൈൻ, വിൽ ഇംപ്രൂവ്. ഓക്കെ ഓക്കെ, ദെൻ ഇവിടെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, മധു, ദിസ് ഇസ് മൈ ഫസ്റ്റ് ക്ലാസ്, ക്യാൻ ഐ ഡു യു വാണ്ട് ടു സ്പീക്ക്? സംസാരിക്കാനാണോ മധു ചോദിച്ചിരിക്കുന്നത്? ഇഫ് യെസ്, പ്ലീസ് കം ഓൺ ആൻഡ് സ്പീക്ക്. Hi, good evening, ma'am. Hi, good evening, Madhu. This is my first class, and I was just trying Okay, to know how to improve my language. The main constraint is that I'm losing out on words whenever I'm looking for way to make out my thought. So I want to improve my vocabulary. You're not getting enough words put out words into I words. want to improve my vocabulary first. I joined here for MA English, and long years back, I completed. I passed out my degree. That was in 1988. But after that, I have joined I started my business, and I'm doing that right now also. But nowadays, I'm getting some free time. So I thought, why can't I join improvement? Very good. Why can't I join an improvement course to improve my communicative skill? And very good. to improve my communicative skill, I'm trying to read English books regularly nowadays. And of course, journals I used to follow regularly, daily papers, etc., and used to hear English news. And somehow I have to accumulate new words. And I have to memorize these words always whenever I need the words to communicate.
Sometimes I'll Okay, be I in really a get it. corner. I'll be in a corner sometimes because I looking out for the words. So I want Okay. to succeed that. Okay, sure, we will That do it. And I first of all appreciate you for such a thing. Like after these long years, that initiative you took to come back into education, to take up a new course, to learn even at this period of your life is a very much appreciative thing. thank you, I thank you, thank you, yeah, thank I you very much. just want to give a big clap. Okay. So ഈ ഒരു നമുക്ക് വൊക്കാബുലറി കിട്ടാത്ത ഒരു പ്രശ്നം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ വേർഡ്സ് പഠിക്കും പക്ഷെ മറന്നു പോകും. സോ അതിന് നമ്മളൊരു ഇത് പറഞ്ഞിരുന്നത് സ്വന്തമായിട്ടൊരു വൊക്കാബുലറി ബുക്ക് കീപ്പപ്പ് ചെയ്യുക. ഇപ്പൊ നമ്മളെല്ലാവരും ഡിക്ഷണറിയിലുള്ള എല്ലാ വേർഡ്സും യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല, മറിച്ച് നമ്മൾക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. സോ അതിന് നമ്മൾ സ്വന്തമായിട്ടൊരു ഡിക്ഷണറി പോലെ ഇപ്പൊ ഒരു വേർഡ്, അതിന്റെ വേർഡ് ഇംഗ്ലീഷ് എനിക്ക് അറിയില്ലല്ലോ, അപ്പൊ തന്നെ എന്താണ് നമ്മൾ ആ ഒരു വേർഡ് അതിന്റെ സിനോണിം എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം വേർഡിന്റെ തന്നെ എന്താണ്, ഇപ്പൊ ഹാപ്പിനെസ്, ജോയ് രണ്ടും ഡിഫറെന്റ് വേർഡ് ആണ്, സെയിം മീനിങ് ആണ്. അത്തരത്തിലുള്ള വേർഡ്സിനാണ് നമ്മൾ സിനോണിംസ്. അപ്പൊ സ്വന്തമായ ഒരു വൊക്കാബുലറി ബുക്ക് കീപ്പപ്പ് ചെയ്യുക. അതിലെന്താണ് വേർഡ് എഴുതുക. ഇപ്പൊ ഹാപ്പിനെസ്, അതിന്റെ താഴെ സിനോണിംസ് ഉള്ളത് ജോയ്, എക്സൈറ്റഡ്, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സൈഡിൽ അതിന്റെ അർത്ഥം. നമ്മൾക്ക് ആവശ്യമുള്ള വേർഡ്സ് നമ്മളൊരു കുഞ്ഞി നോട്ട് പാഡ് ചെറിയ ബുക്കുകൾ ഉണ്ടാവില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കുഞ്ഞി ഇതുപോലത്തെ ഡയറീസ് ഉണ്ടാവില്ലേ, ഇതുപോലത്തെ ഡയറി ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതിലും ചെറിയ ഇതിന്റെ ഹാഫ് ഉള്ള പോക്കറ്റ് ഡയറീസ് കിട്ടില്ലേ, സോ ദാറ്റ് യു ക്യാൻ ക്യാരി ഔട്ട് എവ്രിവെയർ. ആ തരത്തിലുള്ളത് നിങ്ങളുടെ ഒരു വൊക്കാബുലറി ഇംപ്രൂവ്മെന്റിന് ഏറ്റവും ബെസ്റ്റ് അതാണ്. ഓക്കെ, നമ്മൾ ഫോണിൽ നോട്ട് ചെയ്യുന്നു എന്നതിനേക്കാൾ നമ്മൾ കൈവച്ച് എഴുതുകയും ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഒരു വേർഡിന് വേണ്ടിയിട്ട് നമ്മൾ പേജസ് ടേൺ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ള വേർഡ്സും കാണുകയാണ്. ഓക്കെ, സോ ഫോർ എവ്രി വൺ എയിമിംഗ് ഫോർ വൊക്കാബുലറി ഇംപ്രൂവ്മെന്റ്, I would suggest all of you to start keeping your own vocabulary book. അതായത് നിങ്ങൾ നിങ്ങളുടേതായ സ്വന്തമായിട്ടൊരു ഡിക്ഷണറി ഉണ്ടാക്കുക. ഓക്കെ, ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് യു. ഓക്കെ, ഒരു ദിവസം എഴുതി രണ്ടിന്റെ അന്ന് തന്നെ നിങ്ങൾ എല്ലാം പഠിക്കുമെന്നല്ല പറയുന്നത്. പിന്നെ വൊക്കാബുലറി നമ്മൾക്കത് ഇന്നീറ്റ്, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉള്ള ഒരു സംഭവം അല്ലല്ലോ വൊക്കാബുലറി, ലേണിംഗ് ആണ്. യു കനോട്ട് മെമ്മറൈസ് ഇറ്റ്. വേർഡ്സ് കാണാപ്പാഠം പഠിച്ചു വെച്ചാൽ അത്ര അധികം കാലം അത് ലാസ്റ്റ് ചെയ്യില്ല. മറിച്ച് എന്താണ്, നമ്മുടെ സ്പീച്ചിൽ അതിനെ അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ സ്പീച്ചിലേക്ക് അതിനെ കൊണ്ടുവന്ന് സ്പീച്ചിന്റെ ഭാഗമാക്കി എന്താണ് ആ വേർഡ് കാണാപ്പാഠം പഠിച്ചതല്ലാതെ നമുക്ക് അറിയുന്ന വേർഡ് പോലെ നമ്മളൊരു ഫ്ലോ ഉണ്ട്. നമ്മൾ സംസാരിക്കുമ്പോ എന്താണ്, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനിരിക്കുമ്പോൾ ഓരോ വേർഡ്സും ആലോചിച്ച് ക്ലാസ് എടുത്താൽ എന്താണ് ആ ഒരു ഫ്ലോ കിട്ടില്ല അല്ലെ. സോ അതുപോലെ നമ്മുടെ സ്പീച്ചിന്റെ ഫ്ലോയിൽ നമ്മൾക്ക് വേണ്ട എല്ലാ വൊക്കാബുലറീസും തന്നെ വരും. ഓക്കെ, so that's it, and I appreciate and give a big round of applause to everyone in today's session. കാരണം എല്ലാവരും വളരെയധികം ആക്റ്റീവ് ആയിരുന്നു. ആൻഡ് സംസാരിക്കാൻ നമ്മൾക്ക് പരിമിതികളുണ്ട്. എല്ലാവർക്കും 100 people in a session എല്ലാവരും സംസാരിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. സോ ഓൾമോസ്റ്റ് നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡൗട്ട്സ് ക്വിക്ലി, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്വിക്ക് ആയിട്ട് ചോദിക്കൂ. My main challenge is, can I speak in my own space but I can't speak to a stranger or any third person? Okay, challenges, I can speak in my own space but I can't. Okay, അതെന്താ കോൺഫിഡൻസ് ഇഷ്യൂ ആണത്, പേടിയാണ്. പറഞ്ഞാൽ തെറ്റിയാൽ അവര് എന്താണ് കളിയാക്കുമോ, എംബാരസിങ്, നമ്മൾ ആ ഒരു എംബാരസ്മെന്റ്. ഓക്കെ, നമ്മൾ ഒരുപാട് കാലം അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതിനേക്കാൾ 1 or 2 times എന്താ പറയാ, ഒന്ന് ഇത്തിരി നാണം കെട്ടാലോ അല്ലെങ്കിൽ ഇത്തിരി കളിയാക്കലേറ്റ്, രണ്ടു മൂന്ന് പേര് നമ്മളെ കളിയാക്കിയാൽ എന്താണ് നമ്മുടെ ഒരു സ്പീച്ച് ബെറ്റർ ആവും എന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദാറ്റ്. ഓക്കെ, മറ്റുള്ളവരെ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ജനിച്ചപ്പോഴും ഇംഗ്ലീഷ് ഒന്നും പഠിച്ചു വന്നവരൊന്നും അല്ല. ഓക്കെ, ഷിഫ ഷെറിൻ ജേർണൽ ചോദിച്ചിട്ടുണ്ട്, ജേർണലിംഗ് എന്താണ് എന്നാണോ. ലാസ്റ്റ് സെഷൻ ഒന്ന് നോക്കണേ, ജേർണലിംഗ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. ജേർണലിംഗ് എന്താണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. ഓക്കെ, വെൽക്കം മധു. ഓക്കെ, സോ എനി ഡൗട്ട്സ്? ഷിഫ, ജേർണൽ ഇത്തിരി ലോങ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ പറയാത്തത്. ലാസ്റ്റ് സെഷൻ ഒന്ന് എടുത്ത് നോക്കിയാൽ മതിയേ. ജേർണൽ എന്ന് പറഞ്ഞാൽ ഡയറി റൈറ്റിംഗ് പോലെയല്ല, ഡിഫറെന്റ് ആണ്. ഡയറി റൈറ്റിംഗ് എന്താണ്, ഞാൻ ഇന്ന് രാവിലെ 6:45 എണീറ്റു, 10 മണിയായപ്പോഴേക്കും റെഡിയായി ഞാൻ ക്ലാസ്സിൽ പോയി, 11:30 ഞാൻ ലഞ്ച് കഴിച്ചു, അങ്ങനെ നമ്മുടെ ഒരു ഡെയിലി ഇവന്റ്സ് ടൈം സ്ട്രക്ചർഡ് ആയിട്ട് എഴുതുന്നതാണ് ഡയറി. ബട്ട് ജേർണലിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, കുറച്ചും കൂടെ നമ്മൾ ഡെയിലി ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ മീറ്റ് ചെയ്ത് ഒരാളെ കുറിച്ച്, ക്യാൻ വി ടോക്ക് ക്ലാസ് ത്രൂ ഔട്ട് ഇൻ ഇംഗ്ലീഷ്, ഐ ആം റെഡി ഫോർ ദാറ്റ്. ബട്ട് നമ്മൾ എല്ലാവരെയും കൺസിഡർ ചെയ്യണം. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്താണ് ബിഗിനർ ലെവലിലുള്ളവരുണ്ട്, ഇന്റർമീഡിയറ്റ് ലെവലിലുള്ളവരുണ്ട്, അഡ്വാൻസ് ലെവലിലുള്ളവരുണ്ട്. സോ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യണ്ടേ നമ്മൾ.
സോ ഇംഗ്ലീഷ് ഈ ഒരു ബിഗിനർ ലെവലിൽ നിൽക്കുന്നവർക്ക് നമ്മൾ ഞാൻ മൊത്തമായിട്ട് സ്റ്റാർട്ടിങ് ടു എൻഡ് ക്ലാസ് ഇംഗ്ലീഷിൽ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി കംഫർട്ടബിൾ. ഓക്കെ, സോ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. നമ്മൾക്ക് അത് ചെയ്യാം. എപ്പോ നമ്മളിപ്പോ ഒരു 113 days ഒക്കെ അല്ലേ എത്തി നിൽക്കുന്നത്. വെൻ വി റീച്ച് അറൌണ്ട് 200 days വിൽ ട്രൈ. നമുക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. വിൽ ഹാവ് അവർ ക്ലാസ് ത്രൂ ഔട്ട് ഇൻ ഇംഗ്ലീഷ് ആൻഡ് വിൽ സീ okay how many of you can understand and how many of you are having difficulties. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ക്ലാസ് സ്പ്ലിറ്റ് ചെയ്ത് 2 ക്ലാസ് ആക്കി എടുക്കുകയോ കുറച്ചും കൂടി ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ ദ സജഷൻ. സോ വിത്ത് ദാറ്റ് വി ആർ വൈൻഡിങ് അപ്പ്. സോ നെക്സ്റ്റ് വീക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് ലാംഗ്വേജ് ഫോർ പ്രൊഫഷണൽ ഗ്രോത്ത്, workplace communication, then resume and cover letter writing workshop, and then mock interviews. കംപ്ലീറ്റ്ലി ഒരു ജോബ് ഓറിയന്റഡ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സെറ്റപ്പിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് വീക്ക് നോക്കാൻ പോകുന്നത്. സോ നിങ്ങളും കൂടെ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരിക്കും. സോ വിത്ത് ദാറ്റ് വി ആർ വൈൻഡിങ് അപ്പ്. താങ്ക് യു ഓൾ. See you all next week. Okay, thank you so much.